ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് നമുക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എസെൻഷ്യൽ ഓയിൽസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു എസെൻഷ്യൽ ഓയിൽസിൽ തന്നെ പല പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബെസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ എസെൻഷ്യൽ ഓയിൽസ് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് പെപ്പർമിൻറ്റ് എസെൻഷ്യൽ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എസെൻഷ്യൽ ഓയിലാണ് പെപ്പർമിൻറ്റ് ഓയിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിലൊരു മെത്തേഡായിട്ടുള്ള, അതായത് നമ്മുടെ പല്ലിൻ്റെ കളറൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണ ഒരു മെത്തേഡാണ്. അതായത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക, അതേപോലെ തന്നെ കുറച്ച് ഡ്രോപ്സ് ലെമൺ പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം ഒരു 2-3 ഡ്രോപ്സ് പെപ്പർമിൻറ്റ് ഓയിൽ കൂടി ഇതിൽ ചേർത്തിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിനൊക്കെ ഒരുപാട് കളറുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പെപ്പർമിൻറ്റ് ഓയിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക വഴി നമ്മുടെ പല്ലിൻ്റെയും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണ ഒരു എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ പെപ്പർമിൻറ്റ് എസെൻഷ്യൽ ഓയിൽ. അപ്പോൾ അടുത്ത എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ ടീ ട്രീ ഓയിൽ. എല്ലാവർക്കും അറിയുന്ന ഒരു എസെൻഷ്യൽ ഓയിലാണ് ടീ ട്രീ ഓയിൽ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തലയിലത്തെ ഡാൻഡ്രഫ് പോകാനും അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിമ്പിൾസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു എസെൻഷ്യൽ ഓയിലാണ് ടീ ട്രീ ഓയിൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെയും എൻ്റെ മുഖത്ത് കുറേ പിമ്പിൾസ് ഉള്ള സമയത്ത് ഞാൻ ചെയ്യാറുള്ള കാര്യം എന്ന് പറയുന്നത്, ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ ടീ ട്രീ ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഏതെങ്കിലും വേറൊരു കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒരു ആൽമണ്ട് ഓയിലോ ജസ്റ്റ് ഒരു ഡ്രോപ്പും അതേപോലെ തന്നെ ടീ ട്രീ ഓയിലിൻ്റെ ഒരു ഡ്രോപ്പും മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് പിമ്പിൾസ് കുറയാനുള്ളതായിട്ട് കാണാൻ പറ്റും. അടുത്ത എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ. ഈ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഉപയോഗിക്കാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും ഒരു ഫേസ് പാക്കിൻ്റെ കൂടെ 2-3 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഫേസ് പാക്കായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഫേസ് പാക്ക് എന്ന് പറയുന്നത് കുറച്ചൊരു ഓട്സ് ഒരു 2-3 സ്പൂണും അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാലും ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2-3 ഡ്രോപ്സ് നമ്മുടെ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ കോംപ്ലക്ഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യണ ഒരു എസെൻഷ്യൽ ഓയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ, അതായത് നമ്മുടെ ആവണക്കെണ്ണയും അതേപോലെ തന്നെ 2 ടീസ്പൂണോളം നമ്മുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, അതായത് നമ്മുടെ ബദാം ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു 3-4 ഡ്രോപ്സ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 30 തൊട്ടിട്ട് ഒരു 3/4 മണിക്കൂർ വെച്ചാൽ മതിയാവും നമ്മുടെ തലയിൽ. അതിനുശേഷം നമ്മൾ സാധാരണ ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ 2 വട്ടം വീതം വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അടുത്ത എസെൻഷ്യൽ ഓയിലാണ് ലെമൺ എസെൻഷ്യൽ ഓയിൽ. ഈ ലെമൺ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ മുടിക്ക് ഡാമേജ് ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, 1 ടീസ്പൂണോളം തൈര് എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടീസ്പൂണോളം ഒരു ആലോവേര ജെൽ എടുക്കുക. ഈ ആലോവേര ജെല്ലും തൈരിൻ്റെയും കൂടെ ലെമൺ എസെൻഷ്യൽ ഓയിൽ ഒരു 2-3 ഡ്രോപ്സ് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്പ്ലിറ്റൻസ് ഉള്ള ഭാഗത്തിൽ, അതായത് നമ്മുടെ ഡാമേജ് കൂടുതലുള്ള ഭാഗം, നമ്മുടെ ഈ മുടിയുടെ തുമ്പിൻ്റെ അറ്റത്ത് മാത്രം നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റൻസ് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു റെമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എസെൻഷ്യൽ ഓയിലാണ് നമ്മുടെ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ. ഈ ലാവൻഡർ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമുക്ക് ഒരു ടെൻഷനുള്ള സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങൾ സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ജോലിക്ക് പോയിട്ട് വരുന്നവർ, ഈവനിങ് സമയത്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ ലാവൻഡർ ഓയിൽ നമ്മൾ വെച്ചിട്ട് ഒരു 2-3 ഡ്രോപ്സ് നമ്മുടെ കുളിക്കുന്ന വെള്ളത്തിലിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് വാം വാട്ടറിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു റീഫ്രഷിങ് അനുഭവം ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്രഷനും അതേപോലത്തെ ടെൻഷനൊക്കെ മാറി ഭയങ്കരമായിട്ടൊരു വേറെ ലെവലിലേക്ക് പോണ ഒരു ഫ്രഷ്നെസ് കിട്ടണ ഒരു അനുഭവം ഉണ്ടായിരിക്കും ഈ ലാവൻഡർ ഓയിൽ വെച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉള്ളപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എസെൻഷ്യൽ ഓയിൽസ് നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് ഗുണങ്ങളുള്ള ഓയിൽസാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.